സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. തുടർച്ചയായ 17ാം ദിവസവും ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടർന്ന് ഇറാൻ. ദുബായ് വിമാനത്താവളത്തിന് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കറിന് തീപിടിച്ചു. വിമാന സർവീസുകളെ ആക്രമണം സാരമായി ബാധിച്ചു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിൽ പലസ്തീൻ പൗരൻ കൊല്ലപ്പെട്ടു. പുലർച്ചെ 3 മണിയോടെയാണ് ദുബായ് വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ പതിച്ചത്. വിമാനത്താവളത്തിനുള്ളിലെ എണ്ണ ടാങ്കറിന് തീപിടിച്ചു. സിവിൽ ഡിഫൻസ് ടീമിന്റെ നേതൃത്വത്തിൽ ഉടൻ തീ അണച്ചതിനാൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കുറച്ചു. ആർക്കും പരിക്കേറ്റില്ല. പിന്നാലെ ദുബായ് വിമാനത്താവളത്തിലെ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കി. ഉച്ചയോടെയാണ് സർവീസുകൾ ഭാഗികമായെങ്കിലും പുനരാരംഭിക്കാനായത്. ഇതിനിടെ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് പുറപ്പെട്ട 2 വിമാനങ്ങൾ തിരിച്ചിറക്കി. ദുബായ് എയർപോർട്ട് റോഡും ദുബായ് ടണലും അടച്ചിരുന്നു. സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രിയിലും ആക്രമണ ശ്രമമുണ്ടായി. കിഴക്കൻ പ്രവിശ്യയ്ക്ക് നേരെ വന്ന 33 ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തു. ബഹ്റൈനിൽ രാവിലെ സൈറൺ മുഴങ്ങി. ഇറാൻ ഉടൻ ആക്രമണം അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ഇടപെടൽ ഉണ്ടാകണമെന്നും UAEയും സൗദി അറേബ്യയും ആവശ്യപ്പെട്ടു. 24 ദുബായ്. വ്യോമസുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഡിജിറ്റൽ സേവനവുമായി സൗദി പ്രതിരോധ മന്ത്രാലയം. ആകാശത്ത് സംശയാസ്പദമായ രീതിയിൽ ഡ്രോണുകളോ മിസൈലുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇനി മുതൽ തവക്കൽന ആപ്പ് വഴി നേരിട്ട് വിവരമറിയിക്കാം. വെറും 35 സെക്കൻഡുകൾക്കുള്ളിൽ പരാതി സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനവും ജനങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി പ്രതിരോധ മന്ത്രാലയം തവക്കൽന ആപ്പുമായി സഹകരിച്ച് പുതിയ സേവനം ആരംഭിച്ചിരിക്കുന്നത്. ആകാശത്ത് അസ്വാഭാവികമായോ സംശയാസ്പദമായോ കാണപ്പെടുന്ന ഡ്രോണുകൾ, മിസൈലുകൾ അല്ലെങ്കിൽ മറ്റു പറക്കുന്ന വസ്തുക്കൾ എന്നിവയെക്കുറിച്ച് അതിവേഗം റിപ്പോർട്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. രാജ്യത്തിന്റെ സുരക്ഷയും ആസ്തിയും സംരക്ഷിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. വളരെ ലളിതമായ 4 ഘട്ടങ്ങളിലൂടെ ആർക്കും ഈ പരാതി സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി ആദ്യം തവക്കൽന ആപ്പിൽ പ്രവേശിച്ച് ഹോം പേജിലെ സർവീസസ് വിഭാഗത്തിൽ നിന്ന് സസ്പീഷ്യസ് എയർ സൈറ്റിംഗ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. തുടർന്ന് സംശയാസ്പദമായ വസ്തുവിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. ഇതിനുശേഷം വസ്തുവിന്റെ തരം, അത് കണ്ട സ്ഥലം, മറ്റു വിശദാംശങ്ങൾ എന്നിവ രേഖപ്പെടുത്തണം. അവസാനമായി സബ്മിറ്റ് ബട്ടൺ അമർത്തുന്നതോടെ റിപ്പോർട്ട് നേരിട്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കൺട്രോൾ സെന്ററിലേക്ക് എത്തും. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി സുരക്ഷാ ഭീഷണികൾ മുൻകൂട്ടി കണ്ടെത്താൻ പൌരന്മാരെയും പ്രവാസികളെയും കൂടി പങ്കാളികളാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഏത് ആക്രമണത്തെയും നേരിടാൻ സൗദി സായുധ സേന സജ്ജമാണെങ്കിലും പൊതുജനങ്ങളുടെ ജാഗ്രത സുരക്ഷാ പാളികൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്നും മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഹോർമുസ് കടലിടുക്കിലെ തടസ്സം നീക്കാൻ അമേരിക്കയെ സഹായിച്ചില്ലെങ്കിൽ നാറ്റോ അംഗരാജ്യങ്ങളുടെ ഭാവി അപകടത്തിലാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തുന്നതെന്ന് ട്രംപിന്റെ അവകാശവാദം. എണ്ണ സംഭരണശാലകൾക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ പ്രതിഷേധവുമായി ഇറാൻ രംഗത്തെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം നീക്കാൻ അമേരിക്കയെ സഹായിച്ചില്ലെങ്കിൽ നേറ്റോ അംഗരാജ്യങ്ങളുടെ ഭാവി അപകടത്തിലാകുമെന്നാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ്. മേഖലയിൽ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് സഖ്യരാജ്യങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇറാൻ അമേരിക്കയുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ ഇറാൻ താൻ നിർദ്ദേശിച്ച നിബന്ധനകൾ പാലിക്കാൻ തയ്യാറല്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തുന്നതെന്നും ട്രംപ് അവകാശപ്പെട്ടു. അതിനിടെ എണ്ണ സംഭരണശാലകൾക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ പ്രതിഷേധവുമായി ഇറാൻ രംഗത്തെത്തി. ഇറാനിൽ വ്യാപക പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്നുവെന്നും ഇറാനിൽ നടക്കുന്നത് ഇസ്രയേലിന്റെ ഇക്കോസൈഡ് ആണെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് രാഗ്ചി ആരോപിച്ചു. അതേസമയം ടെഹ്റാനിലെ റെഡ് ക്രസന്റ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ക്ലിനിക്കുകൾ തകർന്നു. തെക്കൻ ലെബനോനിലും അശാന്തി തുടരുകയാണ്. അതിനിടെ ഇറാനിലെ ചബഹാർ സ്വതന്ത്ര വ്യാപാര മേഖലയ്ക്ക് സമീപം അമേരിക്ക ആക്രമണം നടത്തി. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ബാഗ്ദാദിലെ അമേരിക്കൻ എംബസി ലക്ഷ്യമിട്ട് ഇറാനിയൻ അനുകൂല സായുധ സംഘം ആക്രമണം നടത്തി. റിസർച്ച് ഡെസ്ക്, 24. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമായി തുടരുന്നു. സംസ്ഥാനത്തെ വാണിജ്യ LPG സിലിണ്ടർ വിതരണം പ്രതിസന്ധിയിലായി. കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ഇന്ധന പ്രതിസന്ധി പാർലമെന്റിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഹോർമുസ് കടന്ന് LPGയുമായി ഒരു കപ്പൽ ഇന്ത്യൻ തീരത്തെത്തി. മറ്റൊരു കപ്പൽ നാളെ എത്തും. പരിഭ്രാന്തരായി ബുക്ക് ചെയ്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നത്. ഇതിനിടെ ഡൽഹിയിൽ LPG സിലിണ്ടർ ക്ഷാമം നേരിട്ടിരുന്ന പല ഗോഡൌണുകളിലും ഇന്ന് പുതിയ സ്റ്റോക്ക് എത്തിയത് ആശ്വാസമായി. എന്നാൽ തമിഴ്നാട്ടിൽ
ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിരവധി കടകൾ അടച്ചുപൂട്ടി. ചെറിയ കടകൾ വിറകടുപ്പുകളും ഇലക്ട്രിക് സ്റ്റൗവുകളും ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല. നമുക്ക് ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ പരിപാടികൾ അറിയാമല്ലോ, ഈ ചെറിയ കച്ചവടമല്ലേ, അപ്പൊ നമുക്ക് ആ ഗ്യാസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കച്ചവടത്തിന് അതും ബാധിക്കും. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ വിറകടുപ്പുകളിലേക്ക് മാറിയിരിക്കുകയാണ് ബംഗളൂരു നഗരത്തിലെ മലയാളി ഹോട്ടലുകൾ. சிலிண்டர் வரும், ஒரு நாள் விட்டு ஒரு நாள் ஒரு கேஸ் ஒரு சிலிண்டர் தான் வரும். ஆனால் கடைக்கு 2 சிலிண்டர் தேவைப்படும். அது கொஞ்சம் தட்டுப்பாடாக தான் இருக்கும், கம்மியாக தான் போடுறோம். മുംബൈയിൽ ഭൂരിഭാഗം റെസ്റ്റോറന്റുകളും അടച്ചു. പ്രതിസന്ധി രൂക്ഷമായതോടെ കരിയും വിറകും ഇന്ധനമായി ഉപയോഗിക്കുന്നതിനുള്ള നിരോധനം മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു. ഇതിനിടെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള രണ്ടാമത്തെ ചരക്കു കപ്പൽ ഇന്നലെ മുംബൈയിലെത്തി. LPGയുമായുള്ള 2 കപ്പലുകൾ കൂടി ഇന്ന് ഗുജറാത്തിലെ തുറമുഖങ്ങളിലേക്ക് എത്തും. കൊച്ചിയിൽ 60%-ലധികം ഹോട്ടലുകളും കാറ്ററിംഗ് സർവീസുകളും അടച്ചുപൂട്ടി. സംസ്ഥാനത്തെ സാഹചര്യം പരിഗണിച്ച് വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ കൂടുതൽ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. കരൂർ ദുരന്തത്തിലെ CBI അന്വേഷണത്തിൽ പറഞ്ഞതിലുറച്ച് TVK അധ്യക്ഷൻ വിജയ്. ക്രമസമാധാന ചുമതല സംസ്ഥാനത്തെ പോലീസിന്റേതാണെന്നും അധികാരികളുമായി എല്ലാ തരത്തിലും സഹകരിച്ചിട്ടുണ്ടെന്നും വിജയ് ആവർത്തിച്ചു. മൊഴികളിലെ വ്യക്തത തേടുന്നതിനാണ് വീണ്ടും വിളിച്ചു വരുത്തിയതെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. 41 പേരുടെ ജീവനെടുത്ത കരൂർ ദുരന്തത്തിൽ നേരത്തെ നൽകിയ മൊഴികൾ ആവർത്തിക്കുകയാണ് വിജയ്. ദുരന്തത്തിന് പിന്നിലെ വീഴ്ച തമിഴ്നാട് പോലീസിന്റേത്. അധികാരികളുമായി എല്ലാവിധത്തിലും സഹകരിച്ചിട്ടുണ്ടെന്നും CBIക്ക് വിജയ് വീണ്ടും മൊഴി നൽകി. നേരത്തെ നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തതയ്ക്കായാണ് വിജയിയെ വീണ്ടും വിളിപ്പിച്ചു വരുത്തിയതെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. വീണ്ടും മൊഴി നൽകേണ്ടി വന്നാൽ സംസ്ഥാനത്തെ CBI ഓഫീസിൽ ഹാജരാകാൻ അനുവദിക്കണമെന്ന് വിജയ് CBIയോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. തെരഞ്ഞെടുപ്പ് കാലം ആയതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച രാഷ്ട്രീയ പരിപാടികളുണ്ടെന്നും വിജയ് CBIയെ അറിയിച്ചു. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് 6 മണിക്കൂറോളമാണ് വിജയുടെ മൊഴി CBI രേഖപ്പെടുത്തിയത്. കേസിൽ ഇത് 3-ാം തവണയാണ് വിജയുടെ മൊഴി CBI രേഖപ്പെടുത്തുന്നത്. കേസിൽ DMK MLA സെന്തിൽ ബാലാജിയോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. TVKയെ NDAയിലെത്തിക്കാൻ CBI ദൂതനായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം DMK ഉന്നയിക്കുന്നുണ്ട്. TVK പാർട്ടി NDA മുന്നണിയിലേക്കെന്ന അഭ്യൂഹങ്ങളും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാണ്. അടുത്ത മാസം പകുതിയോടെ കരൂർ ദുരന്തത്തിൽ CBI കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് വിവരം. 24 ഡൽഹി. കണ്ണൂരിൽ CPIഎമ്മിനെ ഞെട്ടിച്ച് പാർട്ടി വിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് TK ഗോവിന്ദൻ പാർട്ടി വിട്ടത്. TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വർഗവഞ്ചകനെന്നാണ് CPIഎമ്മിന്റെ പ്രതികരണം. തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ പരസ്യകലാപമായി മാറിയത്. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പാർട്ടിയിൽ ആദ്യമേ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എതിർപ്പുകൾ മാനിക്കാതെ നേതൃത്വം ഏകപക്ഷീയ തീരുമാനമെടുത്തെന്നാണ് TK ഗോവിന്ദന്റെ ആരോപണം. 2 തവണ 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. എൻ്റെ ഭാര്യ അതിൻ്റെ അർത്ഥം എന്താ? 4ാമത് ഞാനായിരിക്കണം. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ട് ആവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നു. PK ശ്യാമള കാരണമാണ് ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തതെന്നും താൻ ചെയർപേഴ്സൺ ആയിരിക്കുന്നിടത്തോളം കാലം സാജന്റെ പേപ്പറിൽ ഒപ്പിടിൽ നിന്ന് ശ്യാമള വാശി പിടിച്ചിരുന്നതായും TK ഗോവിന്ദൻ വെളിപ്പെടുത്തി. MV ഗോവിന്ദൻ MLA ആയിരുന്ന കഴിഞ്ഞ 5 കൊല്ലക്കാലം മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ മണ്ഡലം കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടില്ലെന്നും ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും ആരോപണം. ഒന്ന് അഴിമതിയെ മൂടി വെക്കുക, അഴിമതി നടത്തിയ ആളെ സംരക്ഷിക്കുകയും അഴിമതി ചോദ്യം ചെയ്ത ആളുകളെ ക്രൂശിക്കുകയും ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് അഴിമതിയെ സംരക്ഷിക്കലാണ്. മറ്റൊന്ന് സ്വജനപക്ഷപാതം, കുടുംബാധിപത്യം, സ്വജനപക്ഷപാതം ഇത് കൊണ്ടുവരിക. അതും എന്തിനാ? അതിൻ്റെ പിന്നിലും അഴിമതിയാണ്. വർഗവഞ്ചനയെന്ന് CPIM. ഇത്തരത്തിലുള്ള വർഗവഞ്ചകരെ തിരിച്ചറിയും. അദ്ദേഹം താൻ മത്സരിക്കുമെന്നും UDFന്റെ പിന്തുണ തേടുമെന്നുമാണ് പറഞ്ഞത്. അതാണ് രാഷ്ട്രീയ വഞ്ചന. TK ഗോവിന്ദന് പിന്തുണ നൽകാനുള്ള നീക്കത്തിനെതിരെ തളിപ്പറമ്പ് കോൺഗ്രസിൽ പ്രതിഷേധമുയരുന്നുണ്ട്. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രാജിക്കൊരുങ്ങുന്നുവെന്നാണ് സൂചന. അജീഷ് ജയകുമാർ, 24 കണ്ണൂർ. സഞ്ജു സാംസൺ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. 2020 ലോകകപ്പിലെ കിരീട നേട്ടത്തിൽ മുഖ്യമന്ത്രി സഞ്ജുവിനെ അഭിനന്ദിച്ചു.
വിവരങ്ങളുമായി റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഒരു മലയാളി എന്നതിൽ ഏറെ അഭിമാനമാണ് സഞ്ജുവിന്റെ ഈ ഒരു നേട്ടത്തിൽ. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആദരവ് തന്നെയാണ് ഇപ്പോൾ സഞ്ജു നേടിയിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീനിത, ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന താരമായിട്ടുള്ള കേരളത്തിന്റെ സ്വന്തം സഞ്ജു സാംസൺ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ദൃശ്യങ്ങൾ എല്ലാം പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ്: നാടിന്റെ സ്നേഹവും സന്തോഷവും അദ്ദേഹത്തെ അറിയിക്കാനായതിൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ നേട്ടങ്ങളുടെ നിറവിൽ കൂടുതൽ കരുത്തോടെ മുന്നേറാൻ സഞ്ജു സാംസന് സാധിക്കട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്നുള്ള 4 വരികളാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിരിക്കുന്നത്. സഞ്ജു ക്ലിഫ് ഹൗസിൽ എത്തുമ്പോഴേക്കും മുഖ്യമന്ത്രിയും ഒപ്പം കുടുംബാംഗങ്ങളും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. എല്ലാവിധ ആശംസകളും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ സഞ്ജു സാംസൺ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മംഗലപുരം ക്രിക്കറ്റ് സ്റ്റേഡിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ചടങ്ങിൽ 2020 ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച കേരളത്തിന്റെ അഭിമാന താരം സഞ്ജു സാംസനെ മുഖ്യമന്ത്രി ആദരിച്ചു. അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് സഞ്ജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ KCAയുടെ മംഗലപുരത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. അന്തർദേശീയ നിലവാരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിർമ്മിക്കുകയാണ് KCAയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വേൾഡ് കപ്പ് പോരാട്ടത്തിൽ സഞ്ജു അടിച്ച ഓരോ ഷോട്ടും ലാൻഡ് ചെയ്തത് മലയാളികളുടെ ഹൃദയത്തിലാണെന്നും മുഖ്യമന്ത്രി. ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച വിജയത്തിന് ചുക്കാൻ പിടിച്ച ശ്രീ സഞ്ജു സാംസനെ ഇന്ന് ഇവിടെ ആദരിക്കുകയാണ്. സഞ്ജു കളിച്ച ഓരോ ഷോട്ടും ലാൻഡ് ചെയ്തത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിലാണ്. കരിയറിലെ ഏറ്റവും വലിയ നേട്ടം നാട്ടുകാരുടെ പ്രാർത്ഥനയാണെന്ന് സഞ്ജു. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ സ്വപ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എൻ്റെ. കുറേ വർഷങ്ങളായിട്ട് വിചാരിച്ചൊരു സ്വപ്നം നടക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീൽ എന്താണെന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. ലോകകപ്പ് വിജയത്തിന് ശേഷം സംസ്ഥാനത്തെത്തിയ സഞ്ജുവിനെ വരവേൽക്കാൻ വലിയ ഒരുക്കങ്ങളാണ് മംഗലാപുരത്ത് സജ്ജീകരിച്ചിരുന്നത്. അഭിജിത്തിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ അറസ്റ്റിലായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാതെ CPM പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ചുമതലകളിൽ നിന്നും A. പത്മകുമാറിനെ മാറ്റി നിർത്തും. അന്തിമ കുറ്റപത്രം വന്നതിനു ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പറഞ്ഞു. A. പത്മകുമാറിന്റെ വിശദീകരണം പാർട്ടി സമഗ്രമായി ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നടപടി മാത്രമാണ് പത്മകുമാറിനെതിരെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചത്. അച്ചടക്ക നടപടിയെടുക്കാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് പത്മകുമാറിനെ മാറ്റി നിർത്തി. വഹിച്ചിരുന്ന എല്ലാ ചുമതലകളിൽ നിന്നും മാറി നിൽക്കാനും ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകി. അന്തിമ കുറ്റപത്രം വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. പത്മകുമാർ വിശദീകരണം തന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ചാർജ് ഷീറ്റ് കൂടി വന്നതിന് ശേഷമായിരിക്കും അതിൻ്റെ ലഘുഗുരുത്വം തീരുമാനിക്കാം. അപ്പം അതുവരെയും എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കും. പത്മകുമാറിന്റെ വിശദീകരണം തൃപ്തികരമാണോ എന്ന ചോദ്യത്തിനും നേതൃത്വം കൃത്യമായ മറുപടി നൽകിയില്ല. തെറ്റ് ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നുമായിരുന്നു പത്മകുമാറിന്റെ വിശദീകരണം. നിലവിലെ സാഹചര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ച് കുറ്റപത്രത്തിനു ശേഷം മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.